വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലയിലെ പുഴകളിലെ അംഗീകൃത കടവുകളിൽ നിലവിലുള്ള അതേ അളവിൽ ജനുവരി 10 മുതൽ 28 വരെ മണൽ വാരുന്നതിന് അനുമതിയായി. മണൽ വാരുന്നതും മണൽ പാസ് വിതരണം ചെയ്യുന്നതും സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കലക്ടർ പറഞ്ഞു. ഡിസംബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പാസുകൾ വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ പാസുകൾക്ക് മുൻകൂറായി അടവാക്കിയ റിവർ മാനേജ്മെന്റ് ഫണ്ട് വിഹിതം, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ വിഹിതം എന്നിവ നവംബർ മാസത്തിലെ വിഹിതത്തിൽ ക്രമീകരിച്ചു നൽകും. അതിനായി കടവിന്റെ പേര്, ആകെ അനുവദിച്ച പാസുകൾ, അടവാക്കിയ തുക, ക്യാൻസൽ ചെയ്ത പാസുകൾ, ക്രമീകരിച്ചു നൽകേണ്ട തുക എന്നിവ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റും, ക്യാൻസൽ ചെയ്ത പാസുകൾ വിതരണം ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയുടെ അഫിഡവിറ്റും, അതിനായി കടവിന്റെ പേര്, ആകെ അനുവദിച്ച പാസുകൾ, അടവാക്കിയ തുക, ക്യാൻസൽ ചെയ്ത പാസുകൾ, ക്രമീകരിച്ചു നൽകേണ്ട തുക എന്നിവ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റും, ക്യാൻസൽ ചെയ്ത പാസുകൾ വിതരണം ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയുടെ അഫിഡവിറ്റും സഹിതം ബന്ധപ്പെട്ട തഹസിൽദാർക്ക്, ജിയോളജിസ്റ്റ് എന്നിവർക്ക് അപേക്ഷ നൽകണം. റിവർ മാനേജ്മെന്റ് ഫണ്ടിലേക്ക് ബാക്കി വരുന്ന വിഹിതം പി ഫോം പാസിൽ ഒപ്പുവെക്കുന്നതിനായി നൽകുമ്പോൾ തന്നെ ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസിൽ അടവാക്കിയിരിക്കണം. യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ ഇല്ലാത്ത തോണികൾ മണൽ വാരാൻ പാടില്ലാത്തതും അത്തരം തോണികൾക്കെതിരെ ജനുവരി 9 നടപടി സ്വീകരിച്ചതിനു ശേഷം മാത്രമേ മണൽ വാരാൻ പാടുള്ളൂ എന്നും ജില്ലാ കലക്ടർ MC മോഹൻദാസ് അറിയിച്ചു. നിലമ്പൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ സ്പേസ് വേൾഡ് പൂക്കോട്ടുമാടം നൽകിയ കൂപ്പണിന് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിച്ചു. 4489 കൂപ്പൺ നമ്പർ ഉടമ മുഹമ്മദ് തട്ടിയേക്കലിനാണ് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിച്ചത്. നിലമ്പൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സ്പേസ് വേൾഡ് കുടിശ്ശികയില്ലാത്ത കേബിൾ TV വരിക്കാർക്കാണ് കൂപ്പൺ നൽകുന്നത്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കേരള എസ്റ്റേറ്റ് പുതിയകട കേലമ്പറ്റ റോഡ് നാട്ടുകാർ ഗതാഗത യോഗ്യമാക്കി. കാലങ്ങളായി അപകടം നേരിടുന്ന റോഡ് 20ഓളം വരുന്ന ചെറുപ്പക്കാരാണ് ഗതാഗത യോഗ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ ഉൾപ്പെടുന്ന റോഡിനോട് അധികൃതർ അനാസ്ഥ കാണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. പഞ്ചായത്തിലെ പഴക്കം ചെന്ന റോഡുകളിൽ ഒന്നായ പുതിയകട കേലമ്പറ്റ റോഡിനോട് എക്കാലവും അധികൃതരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. 2 വർഷം മുമ്പ് ഇപ്പോൾ മന്ത്രിയായിരുന്ന AP അനിൽകുമാർ റോഡിനു വേണ്ടി 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പ്രവൃത്തി നടത്താതെ ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുതിയ കടയിൽ നിന്നും 700 മീറ്റർ ദൂരം വരും കേലമ്പറ്റയിലേക്ക്. റോഡിന്റെ ഈ ഭാഗം പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും റോഡ് ടാറിംഗ് പ്രവൃത്തി നടത്തിയിട്ടില്ല. റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ തകർച്ച മൂലം വാഹനങ്ങൾ പോലും ഇതുവഴി കടന്നുപോകാൻ പ്രയാസപ്പെടുകയാണ്. ക്യാൻസർ രോഗികൾ, തളർന്നു കിടക്കുന്ന ആളുകൾ എന്നിവരെ ആശുപത്രിയിലെത്തിക്കാൻ 700 മീറ്റർ ദൂരം എടുത്തുവേണം കേരള പാന്ത്ര റോഡിലെത്തിക്കാനെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയകട കേലമ്പറ്റ റോഡിനെ 150-ൽ പരം കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത്. ഇതിനു പുറമെ ആലിക്കോട് പ്രദേശത്തുകാരും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. ആലിക്കോട് ഭാഗത്തേക്ക് 3 കിലോമീറ്റർ ദൂരം ചുറ്റിവളഞ്ഞ് എത്തണമെന്നതിനാലാണ് അവർ ഈ റോഡിനെ ആശ്രയിക്കുന്നത്. റോഡിലെ കുഴികൾ നികത്തിയാണ് നാട്ടുകാർ ഗതാഗത യോഗ്യമാക്കിയത്. പ്രവൃത്തിക്ക് ഹനീഫ മുസ്തിയാരകത്ത്, V ഹസൻ, M ജംഷാദ്, AK അബ്ദുറഹ്മാൻ, P റിഷാദ്, P ഷാഫി, P അബ്ദുൽ കലാം, V സിദ്ദീഖ്, C അബ്ബാസ്, K സഹീദ് എന്നിവർ നേതൃത്വം നൽകി. റോഡ് പണി ഉടൻ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ഈ ശ്രമദാനം എന്ന് പറഞ്ഞത് ഇതില് ഞങ്ങള് ലീഗിലും അതുപോലെ തന്നെ ഈ മാർക്സിസ്റ്റിലും മാത്രമേ ഉള്ളൂ. അല്ല കോൺഗ്രസ്സുകാരൊന്നും ഇതില് നിൽക്കണില്ല. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും എന്തോ ഈ അവാർഡിനോട് മാത്രമല്ല അവഗണന ഞങ്ങൾക്ക് മനസ്സിലാണത്. നമ്മുടെ ചെറുപ്പം മുതലേ ഈ റോഡ് ഇങ്ങനെയാണ്. ഇതിനൊരു എന്ത് വേണം, സുരക്ഷിതമായ ഇപ്പോൾ ഇവിടെ ക്യാൻസർ രോഗികളുണ്ട്, നടുമുള്ള പൊട്ടിയ ആളുകളുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ഏത് വണ്ടിക്കാർ വന്നാലും മെയിൻ റോഡിൽ നിർത്തും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരൂല, നടക്കാനാ പറയല്. അപ്പോൾ ഇത്തരം അസുഖമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വളരെ പ്രയാസമാണ് ഞങ്ങൾക്ക്. കൂറ്റമ്പാറ അക്ഷര വായനശാലയും ചുങ്കത്തറ ലുലു ഐ ക്ലിനിക്കും നിലമ്പൂർ യുനാനി ഹോസ്പിറ്റലും സംയുക്തമായി യുനാനി മെഡിക്കൽ ക്യാമ്പും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. വായനശാല പരിസരത്ത് ശനിയാഴ്ച രാവിലെ 8:30 മുതൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9447 53 54 97, 94 47 83 0642. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ മാസം 14 നടത്തുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കുള്ള പരിശീലനവും മാതൃകാ പരീക്ഷയും സംഘടിപ്പിക്കുന്നു. 8-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കരുവാരക്കുണ്ട് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ
ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. ഫോൺ നമ്പർ 94 46 63 24 04. ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ പഞ്ചസാര BPL AAY കാർഡ് ഉടമകൾക്ക് 1 കിലോഗ്രാം വീതവും APLന് 750 ഗ്രാമും ജനുവരി 14 വരെ വിതരണം ചെയ്യുമെന്ന് ജില്ലാ സപ്ലൈസ് ഓഫീസർ അറിയിച്ചു. കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 191 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനം യുക്തിപരമാണെന്നും നഞ്ചങ്കോട് റെയിൽവേ പദ്ധതി അടഞ്ഞ അധ്യായമല്ലെന്നും MI ഷാനവാസ് MP പറഞ്ഞു. നിലമ്പൂർ നഗരസഭ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു MP. നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിൽ ആധുനിക ഗ്യാസ് ശ്മശാനം നിർമ്മിക്കുന്നു. MI ഷാനവാസ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം പദ്ധതിക്കായി നീക്കിവെച്ചു. പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ഷാനവാസ് MP നിർവഹിച്ചു. കാളികാവ് അമ്പലക്കടവ് പാലം റോഡിന് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടിയായി. മൊത്തമായി 25 ലക്ഷം രൂപയാണ് അധികൃതർ നഷ്ടപരിഹാരമായി നൽകുക. 20ഓളം ചെറുപ്പക്കാരുടെ ശ്രമദാനത്തിന്റെ ഫലമായി റോഡ് ഗതാഗത യോഗ്യമായി. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കേരള എസ്റ്റേറ്റ് പുതിയകട കേലംപറ്റ റോഡാണ് ഗതാഗത യോഗ്യമാക്കിയത്. സ്വർണം ഗ്രാമിന് 2610 രൂപ, പവന് 20,000. ഇതോടെ 180 സമാപിക്കുന്നു. വെള്ളി ഗ്രാമിന് 54 രൂപ.